വികസന പ്രവർത്തനങ്ങളും ക്ഷേമാനുകൂല്യങ്ങളും മുഴുവൻ ജനവിഭാഗങ്ങളിലും എത്തിക്കുകയെന്നത് ജനപക്ഷ സർക്കാരുകളുടെ മുഖമുദ്രയാണ്. കേരളത്തിൽ നാളിതുവരെ അധികാരത്തിലിരുന്ന ഇടതുപക്ഷ സർക്കാരുകൾ അടയാളപ്പെടുത്തുകയും വഴിവെട്ടിവെക്കുകയും ചെയ്ത വികസന ക്ഷേമ പദ്ധതികളെ കൂടുതൽ വേഗത്തിലും ആഴത്തിലും വ്യാപ്തിയിലും മുന്നോട്ട് കൊണ്ടുപോകുന്ന അനുഭവമാണ് കഴിഞ്ഞ 9 വർഷമായി കേരളത്തിലെ സകല മനുഷ്യർക്കുമുള്ളത്. അത് അനുഭവവേദ്യമാകുന്ന ജനങ്ങൾ അത്തരം സർക്കാരുകളെ തുടർഭരണത്തിന് തെരഞ്ഞെടുക്കുമെന്നത് കേരളത്തിന്റെ മുൻ അനുഭവങ്ങളുമുണ്ട്. ഇവിടെ തുടർഭരണത്തിന്റെ ആ കാലപരിധിയും കടക്കുമെന്ന് ഉറപ്പിച്ചു പറയാനാകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ പ്രതിഫലനമാണ് ഒരാളെയും കൈവിടില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നുണ്ടായിരിക്കുന്നത്. സാമ്പത്തികമായും സാമൂഹികമായും പിന്നിൽ നിൽക്കുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങളെ മാത്രമല്ല, സ്ത്രീകളും ട്രാൻസ് വിഭാഗവും യുവാക്കളും വിദ്യാർത്ഥികളും വയോജനങ്ങളും മധ്യവർഗവും വ്യവസായികളും സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും വരെ എല്ലാവർക്കും നേരിട്ട് അനുഭവവേദ്യമാകുന്ന നിരവധി പദ്ധതികളും ക്ഷേമാനുകൂല്യങ്ങളുമാണ് LDF സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. നവംബർ 1 മുതൽ കണക്കാക്കി എല്ലാവരുടെ കയ്യിലും ആനുകൂല്യങ്ങളും സഹായങ്ങളും എത്തിക്കുമെന്ന പ്രഖ്യാപനം അത് നടപ്പിലാക്കുന്നതിൽ സർക്കാരിന് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പോലെ മുന്നുപാധികളില്ലെന്നതിന്റെ തെളിവ് കൂടിയാണ്. പ്രതിമാസം 1000 രൂപ നൽകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി 1600 നിന്ന് 2000 രൂപയാക്കി, ക്ഷേമ പെൻഷനിൽ വർധന, ആശ, അംഗൻവാടി ഉൾപ്പെടെ സ്കീം വർക്കർമാർക്ക് 1000 രൂപ പ്രതിമാസ വർധന, റബ്ബർ താങ്ങുവില 180 നിന്ന് 200 രൂപയാക്കിയത്, ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്തയിൽ 1 ഗഡു, 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 3-4 ഗഡുക്കൾ അനുവദിക്കൽ, പാചക തൊഴിലാളികളുടെ പ്രതിദിന കൂലി പ്രതിമാസം 1100 രൂപയാക്കുക തുടങ്ങിയ എല്ലാ പൗരന്മാരെയും തേടിയെത്തുന്ന ആനുകൂല്യങ്ങളാണ് സർക്കാർ പ്രഖ്യാപനത്തിലുള്ളത്. വിസ്മയകരമായ നിർദ്ദേശങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് സ്ത്രീ സുരക്ഷാ പെൻഷനും കണക്ട് ടു സ്കോളർഷിപ്പ് പദ്ധതിയും. ഒരു സാമൂഹ്യക്ഷേമ പെൻഷനും അർഹതയില്ലാത്ത 35 മുതൽ 60 വയസ്സ് വരെയുള്ള AAY, മഞ്ഞക്കാർഡ്, PHH, മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളിലെ ട്രാൻസ് വുമൺ അടക്കമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്നതാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി. വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ള വിവിധ നൈപുണ്യ കോഴ്സുകളിൽ പഠിക്കുന്നവരോ വിവിധ ജോലി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയ 18 മുതൽ 30 വയസ്സ് വരെയുള്ള 5 ലക്ഷം യുവതി യുവാക്കൾക്ക് സഹായകമാകുന്ന കണക്ട് സ്കോളർഷിപ്പ് പദ്ധതിക്കായി പ്രതിവർഷം 600 കോടി രൂപയാണ് ചെലവിടുന്നത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് അധിക ധനസഹായമായി 220 കോടി 25 ലക്ഷവും 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്ന അശരണ വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ ജോലി ചെയ്യുന്നവരുടെ മക്കൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് എന്നിവയ്ക്ക് സംസ്ഥാന വിഹിതമായി 18 കോടി 20 ലക്ഷം രൂപ ഒറ്റത്തവണയായും അനുവദിച്ചു. സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിന് കുറഞ്ഞത് 7000ഓളം രൂപയെങ്കിലും ഈ പ്രഖ്യാപനങ്ങളിലൂടെ പ്രതിമാസം ലഭ്യമാകും. അതുപോലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും പെൻഷൻ ആനുകൂല്യമായും തുക കയ്യിലെത്തുന്ന സാഹചര്യം ഉണ്ടാകും. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് പൊതുവിതരണ സംവിധാനം വഴി അവശ്യ ഭക്ഷ്യവസ്തുക്കൾ സബ്സിഡിയായി അനുവദിക്കുന്നതിന്റെ നേട്ടം ഇതിനു പുറമെ ആയിരിക്കും. കേന്ദ്ര സർക്കാരിന്റെ ഫെഡറൽ വിരുദ്ധ നയങ്ങളും സാമ്പത്തിക ഞെരുക്കം സൃഷ്ടിക്കുന്ന സമ്മർദ്ദങ്ങളും ഘടനയിൽ മാറ്റം വരുത്തി നികുതി വരുമാനം കൈയടക്കാൻ ശ്രമിക്കുന്നതും കേരള സമ്പദ്ഘടനയ്ക്ക് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുവെങ്കിലും ജനപക്ഷ സർക്കാരിന് പൗരന്മാർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ വിമുഖതരാകുന്നതിനോ അത് പറഞ്ഞ് മാറി നിൽക്കാനോ കഴിയില്ലെന്ന് കഴിഞ്ഞ 9 വർഷത്തിലധികമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാർ കാട്ടിത്തന്നിട്ടുണ്ട്. അതിന്റെ ആവർത്തനമാണ് ഈ ആനുകൂല്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക വഴി ഉണ്ടാകുന്നത്. ഓരോ മനുഷ്യനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് രാജ്യത്തു മാത്രമല്ല ലോകത്തിനാകെ മാതൃകയാകുന്ന ജനപക്ഷ നിലപാടുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിന്റെ പ്രഖ്യാപനങ്ങളാണ് ഒരിക്കൽ കൂടി LDF സർക്കാരിൽ നിന്നുണ്ടായിരിക്കുന്നത്. എല്ലാവർക്കും അനുഭവവേദ്യമാകുന്ന സർവതല സ്പർശിയായ ഈ സ്നേഹപ്രവാഹം വൻ കയ്യടി അർഹിക്കുന്നു.